നമസ്കാരം. ഓഡിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓഡിറ്റിംഗ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി, വെദർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർ നോട്ട്, ഇൻ ഓർഡർ ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ ദെറോഫ് എന്നുള്ളതാണ്. ഓഡിറ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓഡിറ്റിംഗ് പണ്ട് മുതലേ ഉള്ള ഒരു സംഭവമാണ്. ഈജിപ്ഷ്യൻസ്, ഗ്രീക്സ്, റോമൻസ് ഇവരെല്ലാവരും പലതരത്തിലുള്ള ഓഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഓഡിറ്റിംഗ് വളരെ പതുക്കെ ഡെവലപ്പ് ചെയ്തു വന്ന ഒരു കാര്യമാണ്. എക്കണോമിക് തിയറിയെ പോലെയോ ഫൈനാൻസിനെ പോലെയോ ഉള്ള ഒരു പെട്ടെന്നുള്ള വളർച്ച ഓഡിറ്റിങ്ങിനും അക്കൗണ്ടിങ്ങിനും ഉണ്ടായിട്ടില്ല. 1494 ലൂക്ക പാസിയോളി എന്ന ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ്റെ പുസ്തകത്തിൽ ഓഡിറ്റിങ്ങിനെ കുറിച്ചും ഒരു ഓഡിറ്റർക്കുണ്ടായിരിക്കേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഓഡിറ്റിംഗ് എന്നത് 1949 മുന്നേ വരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫുൾ കൺട്രോളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. 1949 അക്കൗണ്ടൻസി പ്രൊഫഷൻ മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ടായതിന് കാരണത്താൽ അക്കൗണ്ടൻസി പ്രൊഫഷന് ഒരു ഓട്ടോണോമി ഉണ്ടാവുക എന്ന ആവശ്യം ഉണ്ടായി. അതുകൊണ്ട് 1949 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് പാസ് ചെയ്യുകയും പാർലമെൻ്ററി ആക്ട് പാസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ജൂലൈ 1, 1949 രൂപം കൊള്ളുകയും ചെയ്തു. ഈ ഒരു പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, പരീക്ഷകൾ നടത്തി നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ തിരഞ്ഞെടുക്കുന്നതും ICAIയുടെ ഉത്തരവാദിത്തത്തിൽ ഉള്ളതാണ്. പിന്നീട് 1959 കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻറ്റ് ആക്ട് പാസ് ചെയ്യുകയും ഉണ്ടായി. അവർ പ്രത്യേകിച്ച് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഓഡിറ്റിംഗ് ഇങ്ങനെ ഇവല്യൂഷൻ ചെയ്തു വരാൻ ഉണ്ടായ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും ഓഡിറ്റിങ്ങിൻ്റെ തന്നെ എന്താണ് ഓഡിറ്റിങ്ങിന് പ്രാധാന്യം, എന്താണ് ഓഡിറ്റിംഗ് കൊണ്ടുള്ള പ്രാധാന്യം എന്നുള്ളതും നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ് ഒരു പ്രധാന കാരണം. മറ്റൊന്ന്, ഒരു ബിസിനസ്സുകാരൻ്റെ, ഒരു സ്ഥാപകൻ്റെ അയാളുടെ സ്ഥാപനം, അതിൻ്റെ നടത്തിപ്പ്, മാനേജ്മെൻറ്റ് ആ ഒരു ഓണറിൽ നിന്നും വേർപെട്ടു പോയതാണ് മറ്റൊരു കാരണം. ഡൈവോഴ്സ് ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെൻറ്റ്. ഓഡിറ്റിങ്ങിന് പ്രാധാന്യം കൂടാനുള്ള മറ്റൊരു കാരണം, നിയമപരമായി ചില സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റിംഗ് കമ്പൽസറി ആക്കിയതും ആണ്. അക്കൗണ്ടൻസിയെയും ഓഡിറ്റിങ്ങിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നെല്ലാം നമുക്ക് നോക്കാം. ബുക്ക് കീപ്പിംഗ്
നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ ദിനംപ്രതി ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻസ് ജേണൽ എൻട്രിയുടെ രൂപത്തിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്താണ് അക്കൗണ്ടിംഗ് തുടങ്ങുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ് ബുക്ക് കീപ്പിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും. അക്കൗണ്ടൻസിയിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയും അതിനുശേഷം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് മുതലായവയുമെല്ലാം ഉണ്ടാക്കുന്നത് ഉൾപ്പെടുന്നു. അക്കൗണ്ടൻസി എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഓഡിറ്റിംഗ് തുടങ്ങുന്നത് എന്ന് പറയാം. അക്കൗണ്ടൻസിയിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അക്കൗണ്ടുകൾ കൃത്യമാണോ, അതായത് ഒരു സ്ഥാപനത്തിൽ വർഷം തോറും നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ആ സ്ഥാപനത്തിലുള്ള സ്വത്തുവകകൾ, ബാധ്യതകൾ, ഇതെല്ലാമാണല്ലോ അക്കൗണ്ടിങ്ങിലൂടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ആ ഒരു ബിസിനസ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു രൂപം തന്നെയാണ് അക്കൗണ്ടിങ് കാണിക്കേണ്ടത്. ഓഡിറ്റിങ്ങിലൂടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബിസിനസ്സിൻ്റെ യഥാർത്ഥ രൂപം തന്നെയാണോ അക്കൗണ്ടിങ്ങിൽ കാണുന്നത് എന്നുള്ള ഒരു പരിശോധനയാണ്, ഒരു അഭിപ്രായ വെളിപ്പെടുത്തലുകളാണ്. അക്കൗണ്ടൻസിയും ഓഡിറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ, അക്കൗണ്ടൻസി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് ഇറ്റ്സ് ഇൻ്റർപ്രറ്റേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിംഗ് റെക്കോർഡുകളെ ചെക്ക് ചെയ്യുകയും എക്സാമിൻ ചെയ്യുന്നതുമാണ്. ഒരു അക്കൗണ്ടൻറ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഒരു ഓഡിറ്റർ തീർച്ചയായും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് തന്നെ ആയിരിക്കണം. ഒരു അക്കൗണ്ടൻറ്റ് ആ ഒരു സ്ഥാപനത്തിൻ്റെ എംപ്ലോയി ആയിരിക്കും. ഒരു ഓഡിറ്റർ ആ ഒരു സ്ഥാപനത്തിൻ്റെ എംപ്ലോയി ആയിരിക്കില്ല. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഉടമസ്ഥൻ അപ്പോയിൻറ്റ് ചെയ്ത ആളായിരിക്കും. ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കും ഓഡിറ്റർ. ഒരു എംപ്ലോയി ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടൻറ്റ് ഓരോ വർഷവും മാറുന്നില്ല, സ്ഥിരക്കാരിയാണ്. ഓഡിറ്റർ ഓരോ വർഷവും വേണമെങ്കിൽ ഓഡിറ്ററിനെ മാറ്റിക്കൊണ്ടിരിക്കാൻ സാധിക്കും. നിയമപരമായി തന്നെ ഇത്ര വർഷമേ ഒരു ഓഡിറ്ററെ തുടർച്ചയായി ഒരു സ്ഥാപനത്തിൻ്റെ ഓഡിറ്റിങ്ങിൽ നിർത്താവൂ എന്നുണ്ട്. അക്കൗണ്ടിങ് എന്നത് ഒരു വർഷത്തിൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓഡിറ്റിംഗ് എന്നാൽ പൊതുവെ വർഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പീരീഡിൻ്റെയോ അവസാനത്തിൽ മാത്രം ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അക്കൗണ്ടൻറ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ആളാണ്. ഒരു കൺസ്ട്രക്ഷനിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അപ്രോച്ചിൽ ഒരു കൺസ്ട്രക്ഷണലിസ്റ്റ് അപ്രോച്ചാണ് ഉള്ളത്. എന്നാൽ ഓഡിറ്റർക്ക് ഒരു അനലിസ്റ്റ് അപ്രോച്ചാണ് ഉള്ളത്. ഓഡിറ്റിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓഡിറ്റിംഗ് അക്കൗണ്ട്സ് കറക്റ്റാണെന്ന് ഒരു ഉറപ്പ് നമുക്ക് തരുന്നുണ്ട്. ഓഡിറ്റിങ്ങിലൂടെ ഫ്രോഡുകളും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്താനും ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട്.
ഒരു ഓഡിറ്റഡ് അക്കൗണ്ട് ഉള്ള സ്ഥാപനത്തിന് അവർക്ക് കൂടുതൽ പണമോ ക്യാപിറ്റലോ ആവശ്യമായി വരികയാണെങ്കിൽ ഒരു ഓഡിറ്റഡ് അക്കൗണ്ട് ഉള്ള സ്ഥാപനത്തിന് ബാങ്കിൽ നിന്നോ മറ്റ് സോഴ്സുകളിൽ നിന്നോ ഇവ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. കോടതിയിലെല്ലാം ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഒരു തെളിവ് എന്ന നിലയിൽ കൂടുതൽ വിശ്വാസ്യത ഏറിയതാണ്. ഇനി നമുക്ക് ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്ട്സിലേക്കും പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിലേക്കും ഒന്ന് നോക്കാം. ഓഡിറ്റിംഗ് എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് അവരുടെ ഏർണിങ്സിൻ്റെയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിൻ്റെയും ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതാണ്. ഇതിൻ്റെ ഇൻസിഡൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഫ്രോഡും എറേഴ്സും ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഈസ് സിംപ്ലി ആൻ ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റ്. പലതരത്തിലുള്ള ഓഡിറ്റ് ഉണ്ട്. ഇതിനെ പല രീതിയിൽ തരംതിരിക്കാൻ നമുക്ക് സാധിക്കും. ഫൈനൽ ഓഡിറ്റും കണ്ടിന്യൂസ് ഓഡിറ്റുമുണ്ട്. ഫൈനൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം തുടങ്ങുന്ന ഒരു ഓഡിറ്റാണ്. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ബൈ ദ ഓഡിറ്റർ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ഇയർ ഓർ അറ്റ് റെഗുലർ ഇൻ്റർവൽസ് എന്നുള്ളതാണ്. സേ ഫോർട്ട്നൈറ്റ്ലി ഓർ മന്ത്ലി ആസ് ഫിക്സ്ഡ്. ഓരോ വർഷവും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഡിറ്റ് അല്ലെങ്കിൽ മാസാമാസമോ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ നടത്തുന്ന ഓഡിറ്റിനെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ മിഡിലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന ഓഡിറ്റിങ്ങിനെയാണ് ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻ്ററിം ഓഡിറ്റ് നടത്തുന്നത് ഇൻ്ററിം പ്രോഫിറ്റ് ഓർ ലോസ് ഓർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കൺസേൺ കണ്ടുപിടിക്കാനാണ്. പിന്നെയും പല ടൈപ്സ് ഓഫ് ഓഡിറ്റുകളുണ്ട്. ക്യാഷ് ഓഡിറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, സ്പെഷ്യൽ ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ജോയിൻറ്റ് ഓഡിറ്റ്, ഓഡിറ്റിംഗ് ഇൻ ഡെപ്ത്, സിസ്റ്റംസ് ഓഡിറ്റ്. തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ്. ഒരു ഓഡിറ്റർ. ഇനി നമുക്ക് ഓഡിറ്റർ എന്താണ്
എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ തന്നെ ആയിരിക്കും. എന്നാൽ ഒരു ഓഡിറ്റർക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് പേഴ്സണൽ ക്വാളിറ്റീസും പ്രൊഫഷണൽ ക്വാളിറ്റീസും ആവശ്യമായിട്ടുണ്ട്. ഒരു ഓഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. പ്രൊഫഷണൽ ക്വാളിറ്റീസ് നോക്കുന്ന സമയത്ത് അക്കൗണ്ട്സിലും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലും ഓഡിറ്റർ ഒരു എക്സ്പേർട്ട് തന്നെ ആയിരിക്കണം. ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ചും അവർ ഓരോ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന അവരുടെ മെത്തേഡ്സിനെ കുറിച്ചും ഓഡിറ്റർക്ക് അറിവുണ്ടായിരിക്കണം. ഓഡിറ്റിംഗ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഓഡിറ്റർ ഒരു മാസ്റ്റർ ആയിരിക്കണം. ബിസിനസ് നിയമത്തിൽ വരുന്ന പ്രിൻസിപ്പിൾസിനെയും പ്രാക്ടീസസും എല്ലാം ഫെമിലിയർ ആയിരിക്കണം ഓഡിറ്റർ. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് ഫെമിലിയർ ആയിരിക്കണം. പേഴ്സണൽ ക്വാളിറ്റീസ് നോക്കുകയാണെങ്കിൽ ഓഡിറ്റർ ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ള ആളായിരിക്കണം. അദ്ദേഹം മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യപ്പെടാതെ കൃതജ്ഞതയോടുകൂടി ഡ്യൂട്ടികൾ ചെയ്യാനുള്ള പ്രാപ്തിയുള്ള ആളായിരിക്കണം. ഒരു ഓഡിറ്റർ ഒരിക്കലും ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് ആറ്റിറ്റ്യൂഡ് ഓഫ് സസ്പീഷനോടുകൂടി ഒരു വർക്കിനെ സമീപിക്കരുത്. ഓണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ജോലി ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ക്ഷമയും ശ്രദ്ധയും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഉൾപ്പെടുത്തണം. അദ്ദേഹം സിൻസിയർ ആയിരിക്കണം. ഇത്രയുമാണ് ഓഡിറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ നന്ദി.